പലരും ഇപ്പോൾ വേദിയിൽ വെച്ചുകൂടി സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ കണ്ടസാങ്കടവ് ജലോത്സവത്തെ കൂടി ജില്ലാ പ്രൊമോഷൻ കൗൺസിൽ, ജില്ലാ ടൂറിസം കൗൺസിലൊക്കെ അതിനെ ആ വിധത്തിൽ തന്നെ കാണുന്നുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നതിന് വേണ്ടുന്ന ഇടപെടൽ കൂടി പ്രിയങ്കരനായ MLA-ക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായ ഇടപെടലിൽ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കണ്ടസാങ്കടവ് ജലോത്സവത്തിന്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ള മുഴുവൻ വെള്ളങ്ങൾക്കും മത്സരത്തിന്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ള 19 ചുള്ളൻ വള്ളങ്ങളും 3 ചുണ്ടൻ വള്ളങ്ങളുമാണെന്ന് മത്സരത്തിന്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ളത്. അവർക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സംഘാടകർക്കും അതോടൊപ്പം തന്നെ ഈ മത്സരം വീക്ഷിക്കാനായി കടന്നു വന്നിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും മത്സരാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്ന ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ജലഘോഷയാത്ര ആരംഭിക്കാൻ ഇനി നിസ്സാര സമയമേ ഉള്ളൂ. ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർ ഈ പവലിയന് മുന്നിലേക്ക് വരിക. പറഞ്ഞതുപോലെ കോട്ടപ്പുറത്ത് നമുക്കൊരു സീരിയലിന്റെ വേദിയുണ്ട് തൃശ്ശൂരിൽ. പക്ഷെ അത് ഒരു വള്ളംകളി മാത്രമാണുള്ളൂ. 2 വള്ളംകളികൾ നിലവിൽ അവിടെ നടക്കുന്നില്ല. ഒരു വള്ളംകളിയാണ് സീരിയലിന്റെ ഭാഗമായി നടത്തുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്ററും അതുപോലെ MLA-യും പറഞ്ഞതുപോലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ മാപ്പിലേക്ക്, കേരള ടൂറിസം കലണ്ടറിലേക്ക് നമുക്ക് ഈ കണ്ടശാങ്കടവ് വള്ളംകളി കയറ്റാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾക്ക് നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ സ്ഥലത്തുനിന്നുള്ള എല്ലാ പിന്തുണ കൂടി ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ്. ഇവിടെ ഇന്ന് എല്ലാ വള്ളങ്ങൾക്കും പങ്കെടുക്കുന്ന 19 ചുണ്ടൻ വള്ളങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും തിരുവോണ ആശംസകൾ കൂടി ഇന്നലെ കഴിഞ്ഞെങ്കിൽ കൂടി 4-ാം വള്ളം എത്തുന്നതേ ഉള്ളൂ. തിരുവോണ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അതിലൊരു പരാതി നിങ്ങൾക്കുണ്ടാവരുത്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, തുടർന്നുള്ള മത്സരങ്ങളിൽ കൃത്യമായ പണിഷ്മെന്റ് ഈ കാണിക്കുന്ന അനാസ്ഥ സമയം കൊടുക്കുന്നതിന് ഒരു സമയപരിധിയുണ്ട്. നെഹ്റു ട്രോഫിയിൽ പോലും 72 വള്ളങ്ങൾ അനുസരണയുള്ള കുട്ടികളെ പോലെ വന്ന് നിരന്ന് കിടക്കുന്നത് കാണാൻ ഒരു വലിയ ഭംഗിയാ. ആ സമയത്ത് അനുസരണക്കേട് കാണിക്കരുത്. വളരെ സുന്ദരനും സുമുഖനും സ്നേഹസമ്പന്നനുമായ നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ OJ ജനീഷ് അവർകൾ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, MLA ഉൾപ്പെടെ, കളക്ടർ ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതാ ആ ഫ്ലാഗ് ഓഫ് കർമ്മം ഔപചാരികമായി നടത്തുകയാണ്. പ്രിയപ്പെട്ടവർ എല്ലാവരും നല്ല കയ്യടി കൊടുക്കുക. ആവേശമുള്ളൊരു കയ്യടി, സ്നേഹമുള്ളൊരു കയ്യടി. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു അമാന്തം കൂടാതെ എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇടക്ക് കിടക്കുന്ന വള്ളങ്ങൾക്ക് ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. എല്ലാവരും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുറഞ്ഞു പോവുക. നമ്മുടെ ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു കാര്യം, എല്ലാവരും ജലഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അമാന്തം. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു പോകും. ഗരുഡൻ കടന്നു പോയാലേ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 തുഴഞ്ഞ് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. വടക്കുംപുറം പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 19ഓളം ഇരുട്ടുകുത്തി വള്ളങ്ങളെ കോർത്തിണക്കിക്കൊണ്ടും 19ഓളം ഇരുട്ടുകുത്തി വള്ളങ്ങളെയും 3 ചുണ്ടൻ വള്ളങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള മടപ്രാതിനിധ്യം ഒരൽപ്പം മുമ്പിൽ തട്ടകത്തമ്മയല്ലേ ഇല്ല വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടപ്രാതിനിധ്യമുണ്ട്. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും, ഇനിയുമുണ്ട് ഒരു ട്രാക്ക് ദൂരം. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടശാങ്കടവിന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഉണർന്നേ, ഒന്ന് കൈയടിച്ച്, ഒന്ന് ആർപ്പ് വിളിച്ച്. നമ്മുടെ വള്ളംകളി ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികൾ ഈ ടിവിയിലൂടെയൊക്കെ കണ്ടാസ്വദിക്കുമ്പോൾ ഇതാ 2 കളിവള്ളങ്ങൾ തട്ടകത്തമ്മയും മടപ്രാതിനിധ്യവും ആവേശം കോരി വിതറിക്കൊണ്ട് അതാ എന്തൊരു മത്സരമാണ്, എന്തൊരാവേശമാണ്. ശക്തിയോടെ തുഴകളെറിഞ്ഞുകൊണ്ട് തട്ടകത്തമ്മ ഒപ്പം പിടിക്കാൻ മടപ്രാതിനിധ്യത്ത് സുന്ദരമായിട്ടുള്ള ഒരു മത്സരം. ഒരൽപ്പം മുമ്പിലേക്ക് തട്ടകത്തമ്മ
കണ്ണത്തമ്മ അങ്ങനെ ലീഡ് വെച്ച് പോകുന്നുണ്ടെങ്കിലും സർവ്വശക്തിയും ഉപയോഗിച്ച് നമ്മുടെ മണപ്പുറാതിരുത്ത് ഒപ്പം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തായാലും ഒരല്പം പുറകിലേക്ക് ഞങ്ങളൊന്ന് പോയെങ്കിലും ഈ കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ ഭാഗമാകുവാൻ, ഈ ജലോത്സവത്തിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ മുൻപിൽ ഒരു മിന്നും പ്രകടനം കാഴ്ചവെക്കുവാൻ ശ്രീമുരുകൻ നവജ്യോതി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ പമ്പാവാസൻ എന്തൊരു വരവ്, എന്തൊരു മത്സരം! വടക്കുംപുറം തെല്ലൊന്ന് മുന്നിലേക്ക് കുതിച്ചു പാഞ്ഞു. പമ്പാവാസ എന്തൊരു വരവ്! അട്ടിമറി വിജയത്തിന് അവസാന ശ്രമം നടത്തുന്നു പ്രിയപ്പെട്ട പമ്പാവാസൻ. ഇവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ചെറിയ പണ്ഡിതനും അവരും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ചെന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിന്റെ ട്രാക്ക് കുറ്റികളെ കടന്നുകൊണ്ട് 3 വള്ളങ്ങളും കടന്നുപോയിരിക്കുന്നു. ഈ പാത മത്സരങ്ങളിൽ ഇതൊക്കെ കഴിഞ്ഞാൽ ആർപ്പുവിളികളേറെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഇതാ നമ്മുടെ കൺമുൻപിലേക്ക് എത്തുമ്പോൾ 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ, യുവജന കലാസമിതി പാടൂരാണോ, അതോ 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ഗോതുരുത്താണോ, TBC പുളിയന്തൂരത്തിന്റെ ഗോതുരുത്താണോ? കണ്ണും കൈയും കൂർപ്പിച്ചു വെക്കുക. ശക്തമായിട്ടുള്ള മത്സരം. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഗോതുരുത്ത് ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് സർവശക്തിയും ഉപയോഗിച്ച് ഫിനിഷിംഗ് ലൈനിലെ ലക്ഷ്യമാക്കി 2 കളിവള്ളങ്ങൾ യുവജന കലാസമിതി പാടൂർ ഇന്ന് PBC പുളിയന്തൂരത്ത് സുന്ദരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 2 കളിവള്ളങ്ങൾ കടന്നുപോയെങ്കിലും ആവേശം ചോരാതെ ഗുരുവായൂർ ടൗൺ ബോട്ട് ക്ലബിന്റെ ഒരു തലമുറ പുതിയ ഒരു ബോട്ട് ക്ലബ് ഉണ്ടാക്കി ആദ്യമായി ഇന്ന് തൃശ്ശൂരിൽ ഗുരുവായൂർ കൊണ്ട് അവരുടെ ആ ജലഗണങ്ങളെ ആകാശം മുട്ട് കോരിയെറിയുമ്പോൾ എന്തൊരു മത്സരമാണ്, എന്തൊരു ആവേശമാണ്! സുന്ദരമായ മത്സരം, ആവേശമുള്ളൊരു മത്സരം. നമ്മുടെ പ്രിയപ്പെട്ട ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സെന്റ് സെബാസ്റ്റ്യനും അതോടൊപ്പം തന്നെ മയിൽപീലിയും ജിബി തട്ടകനും കുതിച്ച് പാഞ്ഞ് ജിബി തട്ടകൻ ഏതാണ്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. തൊട്ടു പിന്നാലെ 2 വള്ളങ്ങളും സെന്റ് ജോസഫ് നമ്പർ 2 അതോടൊപ്പം തന്നെ മയിൽപീലിയും ഏതാണ്ട് ഒരുവിധം തുല്യത പാലിച്ചുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയ കാഴ്ച. വിട്ടുതരില്ല താണിയ, നിന്നെ ഞങ്ങൾ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോതുരുത്ത് പുത്രൻ, ഞാൻ താണിയനാണ്, ജലരാജാവാണ്, എന്നെ പിടിച്ചു കെട്ടാൻ നിനക്കാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് താണിയുടെ ഗ്രേറ്റും. എന്തൊരു മത്സരം, എന്തൊരാവേശം! ആ പണ്ടായങ്ങളുടെ പെരുക്കത്താളം അങ്ങനെ മുറുകയല്ലേ. താണിയനോ അതോ നമ്മുടെ പ്രിയപ്പെട്ട ഗോതുരുത്ത് പുത്രനോ? താണിയന്റെ ഗ്രേറ്റും ഗോതുരുത്ത് പുത്രനും ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ കുതിച്ചു പാഞ്ഞ് മുന്നോട്ട് കടക്കുമ്പോൾ പ്രിയപ്പെട്ട ഹനുമാൻ തൊട്ടു പിന്നാലെ സ്പിരിറ്റിന് ഒട്ടും തന്നെ കുറവില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാനും തുഴഞ്ഞു വരുന്നു. ഗരുഡൻ ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഞങ്ങളുമുണ്ട്, ഞങ്ങളും ഒട്ടും മോശക്കാരില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഫിനിഷിംഗ് ടച്ച് ഒരു പക്ഷേ ഞങ്ങളോ ഇല്ല, ഒപ്പമുണ്ട് അഴകിന്റെ തമ്പുരാട്ടി കൂട്ടി പഞ്ഞിടത്തമ്മ നമ്പർ 1 ഇനിയും ട്രാക്ക് ദൂരം പിന്നിടാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരൽപ്പം മുമ്പിലേക്ക് AKG ബോട്ട് ക്ലബിന്റെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഇല്ല, വടക്കൻ പ്രദേശിന്റെ പഞ്ഞിടത്തമ്മ നമ്പർ 1 ഇതാ അവസാന കുറ്റിയിലേക്ക് എടുക്കുമ്പോൾ ശക്തമായി തുഴകൾ എറിഞ്ഞുകൊണ്ട് 2 കളിവള്ളങ്ങളും സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 പഞ്ഞിടത്തമ്മ നമ്പർ 1 2 കളിവള്ളങ്ങളും ആവേശം നൽകിക്കൊണ്ട് ആവേശം നിറച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ 2000
കൊണ്ട് ഇതാ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ 2026 കണ്ടശാങ്കടവ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയിൽ വീണ്ടും ശക്തമായിട്ടുള്ള മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഏകദേശം 18ഓളം വരുന്ന മധ്യകേരളത്തിന്റെ ജില്ലയിലെ ജലരാജാക്കന്മാർ കൈമേമറന്ന് പോരാടി ഈ കടോലി കനാലിന്റെ ആവേശത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്തിച്ചുകൊണ്ട് ആ 18 വള്ളങ്ങളും ടീമുകളും ഈ ജലോത്സവത്തെ ധന്യമാക്കിയെങ്കിൽ എന്തായാലും ആരെയും നിരാശിക്കുന്നവരുണ്ട്. ആവേശത്തിന്റെ മുൻനിരയിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, 2 വള്ളത്തിന്റെയും കൂമ്പിലിരിക്കുന്ന ആ സർക്കസ് അഭ്യാസികളെ പോലെ കുത്തിയെറിയുന്ന, അതോടൊപ്പം തന്നെ ഇരിക്കട്ട ഉയർത്തുന്ന, വിശലുയർത്തുന്ന, തുമാല താളം കൊടുക്കുന്ന നമ്മുടെ 5 അമരക്കാര് നെടും പഞ്ചായം കൊണ്ടവരുടെ കുത്തിയേറ് കണ്ടില്ലേ? എന്തൊരു വരവ് ആലപ്പാട നമ്മുടെ, എന്തൊരു വരവാണ് ജവഹർദായഗിരി, എന്തൊരു വരവാണ് ആവേശത്തിന്റെ മുൾമുനയിലേക്ക് പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയിക്കൊണ്ട്. എന്തൊരു മത്സരം, എന്തൊരു ആവേശം! ഒരു പക്ഷേ പിന്നിലും മുമ്പിലുമായി നിന്റെ ആ വരവ്, രാജകീയമായ ആ നിന്റെ വരവ് കാണാൻ എത്ര സുന്ദരമായ ഭംഗിയുണ്ട്. ഞങ്ങളൊക്കെ ആഹ്ലാദചിത്തരാണ്. സുരവൻ നല്ല സുന്ദരമായ നിന്റെ വരവിനെ ഞങ്ങൾ എതിരേൽക്കുന്നു, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചുണ്ടൻ വള്ളങ്ങൾക്ക് എല്ലാവിധ സ്നേഹവും അഭിവാദനങ്ങളും ഞങ്ങൾ കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ പേരിൽ അറിയിക്കുമ്പോൾ ഞാൻ നിങ്ങളൊന്ന് ഇറങ്ങിയാൽ അടുത്ത